ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരം ഒരു ബ്രാൻഡ് സംവിധായകനുമായി വരുന്ന സിനിമ. റിലീസിന് മുൻപ് അടുത്ത കാലത്തെങ്ങും കാണാത്ത ഹൈപ്പും പ്രീ റിലീസ് ബുക്കിങ്ങും. പറഞ്ഞു വരുന്നത് കൂലിയെ പറ്റിയാണ്. സാക്ഷാൽ രജനീകാന്ത് നായകനായി വരുന്ന ചിത്രം ആദ്യ ദിനം കളക്ഷൻ റെക്കോർഡുകളെല്ലാം പൊട്ടിക്കുമെന്നത് എല്ലാവർക്കും ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ കണക്കുകൾ പ്രകാരം ഒരു മോഹൻലാൽ സിനിമയ്ക്ക് മുന്നിൽ കൂലിക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ട്. ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കൂലിക്ക് സാധിച്ചിരുന്നു. ആദ്യ മണിക്കൂറിൽ 50K ടിക്കറ്റാണ് കൂലി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത്. എന്നാൽ മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ അവിടെയും ബഹുദൂരം മുന്നിലായിരുന്നു. 96K ടിക്കറ്റുകളാണ് എമ്പുരാൻ ബുക്കിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത്. വിജയ് നായകനായി എത്തിയ ലിയോ ആണ് രണ്ടാം സ്ഥാനത്ത്. 82K ടിക്കറ്റാണ് ലിയോ വിറ്റത്. ബുക്കിംഗ് ആരംഭിച്ച് ഒരു ദിവസം പിന്നിട്ടപ്പോഴും കൂലിക്ക് മോഹൻലാലിന് പിന്നിലായി സ്ഥാനമുറപ്പിക്കേണ്ടി വന്നു. 3.5 ലക്ഷത്തിലധികം ടിക്കറ്റുകളായിരുന്നു കൂലി 24 മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത്. എന്നാൽ എമ്പുരാനാകട്ടെ 6.5 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് മോഹൻലാലിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്തു. റിലീസിന്റെ ആദ്യ ദിനം റെക്കോർഡ് ഓപ്പണിംഗ് ആണ് കൂലി നേടിയിരിക്കുന്നത്. ആഗോള മാർക്കറ്റിൽ നിന്ന് 151 കോടിയാണ് ചിത്രം നേടിയത്. ഒരു തമിഴ് സിനിമ ആഗോളതലത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണിത്. ലോകേഷിന്റെ തന്നെ സംവിധാനത്തിൽ വിജയ് നായകനായി എത്തിയ ലിയോയുടെ ആദ്യ ദിന കളക്ഷനെ ഇതോടെ കൂലി മറികടന്നു. 148 കോടിയായിരുന്നു ലിയോയുടെ ആദ്യ ദിന നേട്ടം. ആഗോളതലത്തിൽ എമ്പുരാനെ കൂലിക്ക് മറികടക്കാൻ കഴിഞ്ഞെങ്കിലും കേരളത്തിലെ സ്ഥിതി മറിച്ചായിരുന്നു. 14 കോടിയുമായി ഒന്നാം സ്ഥാനത്ത് ആധിപത്യമുറപ്പിച്ച എമ്പുരാനെ നിർഭാഗ്യവശാൽ കൂലിക്ക് മറികടക്കാനായില്ല. ആദ്യ ദിനം കൂലി കേരളത്തിൽ നിന്ന് 9.75 കോടി നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു ചിത്രം നേടുന്ന മൂന്നാമത്തെ വലിയ നേട്ടമാണ്. ലോകേഷിന്റെ തന്നെ ചിത്രമായ ലിയോ നേടിയ 12 കോടിയെയും കൂലി മറികടന്നു. UK-യിൽ മോഹൻലാലിന് പിന്നിൽ സ്ഥാനമുറപ്പിക്കാനായിരുന്നു കൂലിയുടെ വിധി. എമ്പുരാൻ ആദ്യ ദിനം UK-യിൽ നിന്ന് 7.5 കോടിക്ക് മുകളിലാണ് നേടിയതെന്നാണ് റിപ്പോർട്ട്. അതേസമയം കൂലിക്കാകട്ടെ 5.5 കോടിക്ക് മുകളിൽ മാത്രം നേടി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ലിയോ തന്നെയാണ് UK-യിലും രണ്ടാം സ്ഥാനത്ത്. മോശം പ്രതികരണമാണ് കൂലിക്ക് ലഭിക്കുന്നത്. എമ്പുരാനും തുടരും കേരളത്തിൽ നിന്ന് നേടിയ കളക്ഷനെ കൂലി ഏറെക്കുറെ മറികടക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നുമുള്ള താരങ്ങളടക്കമുള്ളവർ വന്നിട്ടും മലയാളത്തിന്റെ മോഹൻലാലിന് മുന്നിൽ അവരെല്ലാം വീണുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. എന്തായാലും എമ്പുരാനും മോഹൻലാലും ഇനി കുറച്ചുകാലം കൂടി ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരും. ജീത്തു ജോസഫിന്റെ ദൃശ്യം 3 പ്രഖ്യാപിച്ചിരിക്കെ ഇനി ആ ചിത്രമാണോ അതോ മറ്റേതെങ്കിലും ചിത്രമാകുമോ എമ്പുരാന്റെ ആദ്യ ദിന റെക്കോർഡ് തകർക്കുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.